free particles and Ehrenfest theorem. So whether we work in Schrodinger picture or in Heisenberg picture, we must construct a Hamiltonian, an appropriate Hamiltonian. Okay. For a physical system with a classical analogus. For a physical system with classical analog, we assume the Hamiltonian to be of the same in classical physics. ക്ലാസിക്കൽ ഫിസിക്സിലുള്ള അതേ ഹാമിൽട്ടോണിയൻ തന്നെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എടുക്കുന്നത്. ഇഫ് ഇറ്റ് ഹാസ് അനലോഗസ്, രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. ഓർ അതർവൈസ് ബൈ ഡൂയിങ് ദിസ് വി ക്യാൻ റീപ്രൊഡ്യൂസ് ദ കറക്റ്റ് ക്ലാസിക്കൽ ഇക്വേഷൻ ഇൻ ദ ക്ലാസിക്കൽ ലിമിറ്റ്. ഇഫ് ദ ഒബ്സർവബിൾസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആർ നോൺ കമ്മ്യൂട്ടിംഗ് വിത്ത് ദ ഹാമിൽട്ടോണിയൻ, then we can resolve the problem by selecting required Hamiltonian HB Hermitian. ഓപ്പറേറ്ററും സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയനും കമ്മ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹാമിൽട്ടോണിയൻ എന്തായിരിക്കണം? ഹെർമീഷ്യൻ ആയിരിക്കണം. ഫോർ ദാറ്റ് ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പൊസിഷൻ കോർഡിനേറ്റിന്റെയും മൊമെന്റം കോർഡിനേറ്റിന്റെയും പ്രൊഡക്റ്റിനെ ക്വാണ്ടം മെക്കാനിക്സിൽ ½ × XP + PX എന്നുള്ള ഫോമിൽ എഴുതി ആ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിനെ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ നമ്മൾ ഹെർമീഷ്യൻ ആക്കണം. ഓക്കെ. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, സപ്പോസ് ദ സിസ്റ്റം ഇൻ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് അവർ സിസ്റ്റം it has no classical analog. If it has no classical analog, so in that case നമുക്ക് ഒരു ഹാമിൽട്ടോണിയൻ നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. that is agreeing with our empirical observations. Okay. Now by the equation of motions in Schrodinger or Heisenberg picture, രണ്ട് ചെയ്ത് ഷ്രോഡിഞ്ചർ പിക്ചറിലാണെങ്കിലും ഹൈസൻബർഗ് പിക്ചറിലാണെങ്കിലും സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് സോൾവ് ചെയ്യേണ്ടി വരും. സോ രണ്ട് ഫോർമുലാസ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ, commutation bracket xi, that is position, and f of p. p stands for momentum. Okay. മൊമെന്റത്തിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനും അതേപോലെ പൊസിഷനും കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു IH cut into ഡോ ബൈ ഡോ പി ഐ ഇൻറ്റു എഫ് ഓഫ് പി. ഓക്കെ. എഫ് ഓഫ് പിനെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു മൊമെന്റം ഓപ്പറേറ്റർ. Put it as equation number 23A. ഇത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടുന്ന വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ കൺവെൻഷണൽ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് അത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയായിട്ട് മാറും? ക്ലാസിക്കൽ മെക്കാനിക്സിലെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഇങ്ങനെയാണ് ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇത് ക്വാണ്ടം മെക്കാനിക്സിലുള്ള കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റും ആൻഡ് ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പോയിസൺ ബ്രാക്കറ്റും. So we can write the classical Poisson bracket of position operator xi comma f of p. Okay, this is equal to what? Dou xi divided by dou xi into dou by dou pi of f of p minus dou xi divided by dou pi into dou f of p divided by dou xi. ഇതാണ് ക്ലാസിക്കൽ പോയിസൺ ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്. സോ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ടേംസ് രണ്ടാമത്തെ ടേം 0 ആയിട്ട് പോകും. ദെൻ ഈ ഒരു ടേം മാത്രമാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് xi കോമ എഫ് ഓഫ് പി ഇസ് ഈക്വൽ ടു ഡോ എഫ് ഓഫ് പി ഡിവൈഡഡ് ബൈ ഡോ പി ഐ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഈസ് റിലേറ്റഡ് ടു ക്ലാസിക്കൽ പോയിസൺ ബ്രാക്കറ്റ്. ഓക്കെ, ബൈ ദിസ് ടേം. സോ ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ പോയിസൺ ബ്രാക്കറ്റ്. അപ്പോൾ അതിനെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈഡ് IH കട്ട് ചെയ്യേണ്ടി വരും. സോ അവർ ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഓഫ് xi ആൻഡ് എഫ് ഓഫ് പി ഇസ് ഈക്വൽ ടു IH കട്ട് ഇൻറ്റു ഡോ എഫ് ഓഫ് പി. ഓക്കെ, ഡോ എഫ് ഓഫ് പി ഡിവൈഡഡ് ബൈ ഡോ പി ഐ. സോ ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ഇക്വേഷൻ. 23A ആണത്. ഓക്കെ, സിമിലർലി നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും, അതായത് കമ്മ്യൂട്ടേഷൻ വിത്ത് പൊസിഷൻ ആൻഡ് എ ഫംഗ്ഷൻ ഓഫ് momentum and function of position pi and g of x, which is equal to negative IH cut into dou g of x divided by dou xi. Okay, the 23B. അപ്പോൾ ഈ രണ്ടും നമുക്ക് എപ്പോഴും ഇക്വേഷൻ ഓഫ് മോഷൻസ് ഇൻ ഷ്രോഡിഞ്ചർ ആൻഡ് ഹൈസൻബർഗ് പിക്ചർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഹിയർ ദ xi ആൻഡ് xj's pi ആൻഡ് xi, pi യും xi യും ഹൈസൻബർഗ് പിക്ചറിലുള്ള മൊമെന്റവും പൊസിഷനുമാണ്. ഓക്കെ, ആൻഡ് commutation pi comma pj is equal to 0.
Okay, applying Heisenberg equation of motion to a free particle of mass m. Okay, so what will be the Hamiltonian? For a free particle, only kinetic energy. It has only kinetic energy, no potential energy. So, ഒരു ടേം മാത്രമാണ് ഹാമിൽട്ടോണിയൻ ഉണ്ടാവുള്ളൂ. സോ ഹാമിൽട്ടോണിയൻ H is equal to വെക്റ്റർ p square divided by 2m. പൊട്ടൻഷ്യൽ എനർജിന് ടേം ഉണ്ടാവില്ല. This can be expanded as px square plus py square plus pz square divided by 2m. Equation number 24. സോ നമ്മൾ ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്സർവർ മൊമെന്റം ആണ്. മൊമെന്റം പി ഐ. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരും? ഇക്വേഷൻ ഓഫ് മോഷൻ ഡി പി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1 by i h cut into our observed പി ഐ. ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആയിരിക്കും. ഓക്കെ, now we want to evaluate what is this commutation bracket. Okay, using the property of commutation brackets, that is commutation a comma b into c. ഇതൊക്കെ ഒബ്സർവേബിൾസ് ആണെങ്കിൽ I can write this is equal to commutation a comma b into c plus b into commutation a comma c. അപ്പോൾ സിമിലർലി ഇതിനെ എഴുതാൻ പറ്റും. That is dpi by dt is equal to 1 by i h cut into this pi comma ഇതിനെ പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി സെഡ് സ്ക്വയർ, ഇവിടെ 1/2m നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഈ ഐ മീൻസ് ഇവിടെ പി എക്സ് വരാം, അടുത്തത് പി വൈ വരാം, അടുത്തത് പി സെഡ് വരാം. സോ ഫസ്റ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡി പി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 by i h cut into പി എക്സ് കോമ പി എക്സ് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് പി എക്സ് ഇൻറ്റു പി എക്സ് പ്ലസ് അടുത്തിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടേം ആണ് എടുക്കുന്നത്. പി എക്സ് കോമ പി എക്സ് ഇൻറ്റു പി എക്സ് ആണെങ്കിൽ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് 0 വരിക. കാരണം പി എക്സ് കമ്മ്യൂട്ടേഷൻ പി എക്സ് എന്തായാലും 0 വരും. ഈ രണ്ട് ടേം 0 ആയിട്ട് തന്നെ പോയി. ഇനി അടുത്തത് എഗെയിൻ ഞാൻ ഇവിടെ പി എക്സ് കൺസിഡർ ചെയ്തു, ഇപ്പോഴത്തെ എന്തെങ്കിലും പി വൈ സ്ക്വയർ ഉണ്ട്. സോ എഗെയിൻ ഞാൻ ഇവിടെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് കമ്മ്യൂട്ടേഷൻ പി എക്സ് കോമ പി വൈ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് പി വൈ ഡോട്ട് പി വൈ. സോ എക്സ്പാൻഡ് ചെയ്ത് തരുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ പി എക്സ് കോമ പി വൈ into py plus py into commutation px comma py. Okay, this will be okay. expand ചെയ്ത് എഴുതുന്ന സമയത്ത് എ ബി സി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എന്താണ് എ ബി മൈനസ് ബി എന്നുള്ള ഫോമിലാണ്. സോ പി എക്സ് പി വൈ ഇൻറ്റു പി വൈ, അപ്പോൾ പി വൈ സ്ക്വയർ മൈനസ് പി എ പി വൈ പി എക്സ് ഇൻറ്റു പി വൈ പ്ലസ് അടുത്ത ടേം പി വൈ ഇൻറ്റു എ ബി മൈനസ് ബി എ, ഈ പി വൈ ഇൻറ്റു പി വൈ പി എക്സ്. സോ ടോട്ടൽ എന്തായിട്ട് മാറി 0 ആയിട്ട്. അപ്പോൾ ഈ ഫുള്ള് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡി പി ഐ ബൈ ഡി ടി ഇൻറ്റു 1 by i h cut into this commutation will get 0. So for a free particle, rate of change of momentum dpi by dt is equal to 0 ആണ്. That is momentum is constant of motion. ടൈമിനനുസരിച്ച് മൊമെന്റത്തിന് മാറ്റം വരുന്നില്ല. ദാറ്റ് ഈസ് നമ്മൾ കണ്ടു ഒബ്സർവബിൾ പി ഐ കമ്മ്യൂട്ട് വിത്ത് ദ ഹാമിൽട്ടൺ പി സ്ക്വയർ ബൈ 2m ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യാണ്. ദെൻ ദാറ്റ് ഒബ്സർവബിൾ ഈസ് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് പി ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു പി ഐ ഓഫ് 0. ഇനീഷ്യൽ ടൈം 0-യിലുള്ള അതേ മൊമെന്റം തന്നെയായിരിക്കും ആഫ്റ്റർ എ ടൈം ടിയിലും നമ്മുടെ ഫ്രീ പാർട്ടിക്കിളിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഗെറ്റ് കൺസിഡറിങ്. ഇപ്പം നമ്മൾ മൊമെന്റം കഴിഞ്ഞു, ഇനി അടുത്ത പൊസിഷൻ ആണ്. സോ പൊസിഷന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ സം ടൈം എങ്ങനെയായിരിക്കും നമുക്ക് പൊസിഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക? ഡി എക്സ് ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1 by i h cut into കമ്മ്യൂട്ടേഷൻ എക്സ് ഐ കോമ പി സ്ക്വയർ ബൈ 2m. വെക്ടറാണിത്. So which is equal to 1 by i h cut into 1 by 2m into xi comma what px square plus py square plus pz square. Okay, and this is equal to 1 by i h cut into commutation xi comma. സോ നമ്മുടെ ഇക്വേഷൻ 23a ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ എക്സ് ഐ ഏതുമായിട്ടാണ് കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു മൊമെന്റത്തിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ ബൈ ഡോ പി ഐ ഇൻറ്റു എഫ് ഓഫ് പി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് പൊസിഷൻ ഓപ്പറേറ്റർ ആണ്. പൊസിഷൻ ഓപ്പറേറ്റർ ഈസ് ടേക്കിംഗ് കമ്മ്യൂട്ടേഷൻ വിത്ത് പി സ്ക്വയർ ബൈ 2m. ദാറ്റ് ഈസ് മൊമെന്റം ഓപ്പറേറ്ററിന്റെ ഒരു ഫംഗ്ഷനുമായിട്ടാണ് കമ്മ്യൂട്ടേഷൻ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. അപ്പം വിച്ച് ഇംപ്ലൈസ് എക്സ് ഐ കോമ പി സ്ക്വയർ ബൈ 2m ഇതിന്റെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട്
ഇൻറ്റു ഈ 1/2m ഉണ്ടായിരിക്കും 1/2m ഇൻറ്റു ഡോ ബൈ ഡോ പി ഐ ഇൻറ്റു വെക്റ്റർ പി സ്ക്വയർ ആണ്. അപ്പം ഈ വെക്റ്റർ പി സ്ക്വയർ മീൻസ് 3 ഇൻഡെക്സ് ഉണ്ടാവുക, പി എക്സ്, പി വൈ, പി സെറ്റ്. സോ നമുക്കതിനെ സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to 3 ഇൻറ്റു പി ജെ സ്ക്വയർ എന്ന് എഴുതാം, പി ജെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഇൻറ്റു 1/2m ഇൻറ്റു ഇതിനെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 2p ആണ് വരിക. സോ ഇൻറ്റു 2pi. അപ്പോൾ ഇവിടെ വിച്ച് ഇസ് ഈക്വൽ ടു പി ഐ ബൈ എം ഇൻറ്റു ഒരു ഐ എച്ച് കട്ട്. സോ ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/IH കട്ട് ഇൻറ്റു IH കട്ട് ഇൻറ്റു പി ഐ ബൈ എം. ദാറ്റ് ഈസ് പി ഐ ബൈ എം ആണ് നമ്മുടെ dxi ബൈ dt. ഓക്കെ, momentum over mass. So we get dxi by dt is equal to pi by m. മൊമെന്റം കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആയതുകൊണ്ട് ടൈം 0-ലുള്ള മൊമെന്റവും ആഫ്റ്റർ ടൈം t-ലുള്ള മൊമെന്റവും ഒരേപോലെ തന്നെ ആയിരിക്കും. സോ എനിക്ക് pi of 0 എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 26. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് ആണ് കാണേണ്ടത്. സൊല്യൂഷൻ കാണാനായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇന്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ എനിക്ക് കിട്ടും എന്താണ്, xi ഓഫ് t is equal to integral pi of 0 divided by m into dt. So which is equal to pi of 0 divided by m into integral t ആണ്. So that is t plus ഒരു constant of integration. So ആ constant of integration എന്താണെന്ന് കാണാൻ വേണ്ടി നമ്മുടെ initial condition t is equal to 0 this equation become xi of 0 is equal to t equal to 0 നമുക്ക് c ആണ്. That is c എന്ന് പറയുന്ന constant xi of 0 എന്ന് കിട്ടി. That is xi of t is equal to pi of 0 by m plus xi of 0. So our solution become xi of t is equal to xi of 0 plus pi of 0 by m. That is initially ഉള്ള position plus initially ഉള്ള momentum over mass. Equation number 27. Okay. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് xi ഓഫ് ടി മൈനസ് xi ഓഫ് 0. ഇതിനെ പുറത്തേക്ക് എടുക്കാം. അതായത് ഇതിപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനീഷ്യൽ ടൈം ഫൈനൽ ടൈം ഇനീഷ്യൽ ടൈമും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു പി ഐ ഓഫ് 0 ബൈ എം എന്ന് വരും. ഇവിടെ ഇൻറ്റു ഒരു ടീം കൂടി ഉണ്ട്, ആ ടീ ഞാൻ മറന്നു. ഓക്കെ, ഇൻറ്റു ടി ഉണ്ട്. ഓക്കെ, ഈ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, മൊമെന്റം ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ടി. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണെന്ന് കിട്ടും. So this is an example of a body moving with constant velocity. Displacement is equal to velocity into time. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ള ഒരു പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഇത്. ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. So this equation can be used to find out position of a body at t is equal to 0. So equation is uniform rectilinear motion in classical physics. Sorry, ഇവിടെ 0 ആണ്. ഈക്വൽ ടൈം 0 ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടൈമിലുള്ള പൊസിഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നു. The exercise at different time not commute. ഡിഫറെന്റ് ടൈമിലുള്ള പൊസിഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഒരേ സമയത്തുള്ള പൊസിഷൻ എന്ത് ചെയ്യുന്നു, കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഫോർ ദാറ്റ് കമ്മ്യൂട്ടേഷൻ xi ഓഫ് ടി കോമ xi ഓഫ് 0, ഇതൊക്കെ സഫിക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ xi ഓഫ് ടി നമ്മൾ ഓൾറെഡി കണ്ടു, xi ഓഫ് 0 പ്ലസ് pi ഓഫ് 0 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എം കോമ xi ഓഫ് 0. So this is equal to split ചെയ്തതിൻ്റെ വരും xi of 0, xi of 0 commutation plus pi of 0 into t by m, xi of 0. So ഇതെന്താണ്, 0 ആണ്. ab മൈനസ് ബി എ രണ്ടും സെയിം ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി ഈ കമ്മ്യൂട്ടേഷൻ ആണ് നമുക്ക് കാണേണ്ടി വരിക. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്താണ് 23b, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ p കോമ function of position. So that is equal to minus IH cut into dou xi into dou xi at 0. This is 1 into ഈ t by m കൂടി ഉണ്ടാവും, t by m. So commutation at a different time will become minus IH cut into t divided by m.
സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 29. ഡിഫറെൻറ്റ് ടൈമിലുള്ള കമ്മ്യൂട്ടേഷൻ 0 ആയി പോകുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല, കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് 0 ആയി പോകുന്നില്ല. പക്ഷേ സെയിം ടൈം ആണെങ്കിൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് 0 ആവുന്നു. സോ നമുക്ക് ഇതിലെ അൺസർട്ടനിറ്റി ഓഫ് പൊസിഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വി ഹാവ് സപ്പോസ് ഡെൽറ്റ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഡെൽറ്റ എ ദി ഹോൾ സ്ക്വയർ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഇൻറ്റു ഡെൽറ്റ ബി ഈസ് അനദർ ഓപ്പറേറ്റർ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഇൻറ്റു മോഡ് എക്സ്പെക്ടേഷൻ എ കോമ ബി ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് കമ്മ്യൂട്ടേഷൻ എ കോമ ബിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂവിൻ്റെ മോഡുലസ് സ്ക്വയർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഓപ്പറേറ്റർ ഡെൽറ്റ എ ആൻഡ് ഇൻറ്റു ഡെൽറ്റ ബി. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ എക്സ് ഐൻ്റെയും ഡെൽറ്റ എക്സ് ഐ അറ്റ് 0ൻ്റെയും എക്സ്പെക്ടേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. So that is equal to delta xi the whole square expectation value. This xi is taken at a time t, and the next one is delta xi the whole square, its expectation value, and this is taken at a t is equal to 0. Different time illa expectation value which is greater than or equal to 1/4 into modulus into square ആണ് into expectation value xi of t comma xi at 0. Okay. This is greater than or equal to 1/4 into modulus of expectation minus IH cut t divided by m. The whole square. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഈ എക്സ്പെക്ടേഷൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു, സോ മോഡ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്റ്റാർ സി ആണ്. സോ ദിസ് വിൽ ബിക്കം സി സ്റ്റാർ എന്ന് പറഞ്ഞാൽ IH കട്ട് ടി ഡിവൈഡഡ് ബൈ എം, then c എന്ന് പറഞ്ഞെങ്കിൽ മൈനസ് IH കട്ട് ടി ഡിവൈഡഡ് ബൈ എം. സോ ദാറ്റ് ഈസ് 1/4 ഇൻറ്റു ഇത് പോസിറ്റീവായി പോകും, മൈനസും ഈ മൈനസും കൂടി എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ. ദാറ്റ് ഈസ് ഡെൽറ്റ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈം is greater than or equal to 1/4 into h cut square t square divided by m square. This is 30th equation. So this relation implies that even the particle is well localized at initial time t is equal to 0. t equal to 0 നമ്മൾ ഫ്രീ പാർട്ടിക്കിളിന്റെ കേസാണ് പറയുന്നത്. ഇനീഷ്യൽ ടൈമിൽ വെൽ ലോക്കലൈസ്ഡ് ആണെങ്കിലും ടൈം കൂടുന്തോറും എന്ത് സംഭവിക്കും, നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അൺസർട്ടൈൻ ആണ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ടൈം കൂടുന്തോറും കൂടുതൽ അൺസർട്ടൻ ആയിക്കൊണ്ടിരിക്കും. Okay, now add a potential V of x. Okay, potential V of x to our earlier free particle problem, that is particle of mass m. Now the particle of mass m is moving in the influence of a potential V of x. Okay, then our new Hamiltonian എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, h is equal to kinetic energy പാട്ടുണ്ടാവും, പൊട്ടൻഷ്യൽ എനർജിയുടെ പാട്ടുണ്ടാവും. That is equal to p square divided by 2m plus V of x. Okay, vector equation number 31. Here we know that V of x എന്തായിരിക്കും, it is a function of x, y and z. Okay, here also first time considering the observable momentum pi. ഇതിന്റെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ x ന്റെ കാണണം, p ന്റെ കാണാം, അതിനുശേഷം x ന്റെ കാണാം. സോ എഗെയിൻ നമ്മുടെ dh by dt is equal to 1/IH cut into expectation AH, our Hamiltonian. That is Heisenberg equation of motion. So here we are considering the observable momentum. Okay, that is dpi by dt is equal to 1/IH cut into commutation pi, our Hamiltonian. What is our Hamiltonian? It is p square divided by 2m plus vx, which is equal to 1/IH cut into pi, vx plus 1/IH cut into p square by 2m, vx. Okay. Okay, then നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. pi commutation pi, p square by 2m plus 1/IH cut into commutation pi, v of x. So this term will be 0. Then equation 23b യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. That is 1/IH cut into ഇതെന്താണ്, മൈനസ് IH cut into ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് എന്നാണ് വരിക. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു
മൈനസ് ഡോ വി എക്സ് ബൈ ഡോ എക്സ് ആണ് ഡി പി ഐ ബൈ ഡി ടി. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. നമ്മൾ മുന്നേ പഠിച്ചതാണ്, ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ച കാര്യം തന്നെയാണ്. സോ ഡി പി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡോ വി എക്സ് ബൈ ഡോ എക്സ് ആണ് കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫോർ പൊസിഷൻ ഒബ്സർവബിൾ അതിന്റെയും ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് we can write dxi by dt is equal to 1 by ih cut into observable xi comma our Hamiltonian p square by 2m plus p of x. Okay, this also 1 by ih cut into xi comma p square by 2m plus 1 by ih cut into xi comma vx. So ഇതെന്തായാലും 0 ആയി പോകും. This is equal to 1 by ih cut into ഈ ഒരു ടേം മാത്രമാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1 by 2m നമ്മൾ പുറത്തേക്ക് എടുത്തു. ഫസ്റ്റ് 23a വെച്ചിട്ട് ih cut into ഡോ ബൈ ഡോ പി ഐ ഇൻറ്റു പി സ്ക്വയർ ആയിരിക്കും വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 1 by 2m ഇൻറ്റു 2pi. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു pi by m. സോ dxi by dt is equal to pi by m. It is 33. So, to this equation, we are once again applying Heisenberg equation of motion. Okay. ഒരു വട്ടം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കണ്ടുവരും. അതായത് d by dt of this. That is d square xi divided by dt square is equal to 1 by ih cut into ഇപ്പോൾ നമ്മുടെ ഒബ്സർവബിൾ എന്ന് പറയുന്നത് dxi by dt ആയിരിക്കും. dxi by dt കോമ അവർ ഹാമിൽട്ടോണിയൻ which is equal to 1 by ih cut into dxi by dt കോമ എന്താണ് ഹാമിൽട്ടോണിയൻ എന്താണ് p square divided by 2m plus vx. Okay, from we already found out from 33 what dxi by dt is pi by m. Then this is equal to 1 by ih cut into dxi by dt ആണ്, that is equal to pi by m comma p square by 2m. Okay, p square by 2m, then plus 1 by ih cut into this is pi by m comma vx. Okay, this is equal to ഇത് കമ്മ്യൂട്ട് ചെയ്ത് പോകും. Okay, this will commute. Then I want to evaluate this term only. So again 1 by ih cut into this 1 by m into minus ih cut into dou by dou xi into p of x. Again നമ്മൾ 23b ആണ് യൂസ് ചെയ്തത്. So I can write d square xi by dt square is equal to okay, dt square is equal to minus 1 by m into dou vx by dou xi. That is d square xi by dt square is equal to minus 1 by m into dou vx by dou xi, which is equal to dp I by dt into 1 by m. From equation 32 I can write this. dpi by dt നമുക്ക് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ് വന്നത്. സോ അതിന്റെ കൂടി 1 by m കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇതെല്ലാം കൂടി ഈക്വൽ ആണ് കിട്ടി. ഇക്വേഷൻ നമ്പർ 34. Okay, or I can write dpi by dt is equal to okay, 34th ഇക്വേഷൻ ഇത് എനിക്ക് എന്ത് എഴുതാം? dpi by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m into d square xi by dt square ആണ്. നമ്മൾ ക്ലാസിക്കലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ m into a, that is mass into acceleration എന്ന് പറയുന്നതാണ് ഫോഴ്സ്. That is our Newton's second law അല്ലേ? ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്, which is our Newton's second law. And I can also write m into d square x by dt square is equal to negative gradient of potential, that is del into p of x. Okay, so by taking expectation value on both sides with respect to Heisenberg state gate, ഇതിന്റെ expectation value നമ്മൾ രണ്ട് സൈഡ് കൊടുക്കുകയാണ് with respect to Heisenberg state gate. Heisenberg state gate എന്ന് വെച്ചാൽ എന്താണത്? സ്റ്റേറ്റ് ഗേറ്റിന് മാറ്റം വരുന്നില്ല. So that is m into d square expectation value of x divided by dt square is equal to m into d, this is
നെഗറ്റീവ് ഡെൽ വി എക്സ് ആണ്. അതേപോലെ തന്നെ വിച്ച് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സോ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് മൊമെന്റം ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ്പെക്ടേഷൻ ഡെൽ വി ഓഫ് എക്സ്. അങ്ങനെ എഴുതാം. ഇക്വേഷൻ നമ്പർ 36. ഓക്കെ, this equation is known as Ehrenfest theorem. This is valid both in Heisenberg picture and Schrodinger picture. നമ്മളിപ്പോൾ ഇത് ഹൈസൻബർഗ് പിക്ചറിന്റെ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് രണ്ടും ഹൈസൻബർഗിലും ഷ്രോഡിംഗറിലും വാലിഡ് ആണ്. ബിക്കോസ് എന്താണ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എടുത്തത്, അല്ലാണ്ട് ഓപ്പറേറ്റർ തനിച്ച് അല്ല. എക്സ്പെക്ടേഷൻ വാല്യൂ എന്താണ് രണ്ട് പിക്ചറിലും സെയിം ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എച്ച് കട്ടിന്റെ ടേമുകളൊന്നുമില്ല. ദാറ്റ് ഈസ് എച്ച് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിനെയും ക്ലാസിക്കൽ മെക്കാനിക്സിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ, ഒരു നമ്പറാണ് എച്ച് കട്ട്. അപ്പം എച്ച് കട്ടിന്റെ ടേം ഒന്നും ഇവിടെ ഇല്ല. എച്ച് കട്ട്സ് ആർ കംപ്ലീറ്റ്ലി വാനിഷസ്. സോ വി ക്യാൻ സേ ദാറ്റ് സെന്റർ ഓഫ് എ വേവ് പാക്കറ്റ് മൂവ്സ് ലൈക്ക് എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ which is subjected to a potential V of x. So this is known as Ehrenfest theorem.